ആറാമത്തെ സെഷൻ്റെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വർക്ക്ഷീറ്റിൽ 5 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതിനു മുമ്പ് കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള ഒരു വർക്ക്ഷീറ്റ് ഡെവലപ്മെൻ്റാണ് ഇതിലും കാണുന്നത്. നോക്കൂ, ഇവിടെ ആദ്യത്തെ ചോദ്യം കൺസിഡർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ the arithmetic sequence 7, 10, 13, 16, 19, etc. ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ്, ഈ ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിട്ട് തോന്നും. എപ്പോഴും വർക്ക്ഷീറ്റ് ഡെവലപ്മെൻറ്റ് അങ്ങനെയാണ്, ഇവാലുവേഷൻ ചോദ്യങ്ങളും അങ്ങനെയാണ്. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായിരിക്കും. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ആൻസർ ഈസ് 10 - 7. D is equal to 10 - 7. That is equal to 3. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ റിമൈൻഡർ? വാട്ട് ഈസ് ദ റിമൈൻഡർ when the terms are divided by the common difference? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ? ഇപ്പം റിമൈൻഡർ എന്താണെന്ന് നോക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ആൻസർ നമുക്കിങ്ങനെ എഴുതാം. എന്തായിരിക്കും? when 7 is divided by 3, the remainder is 1. എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടുകയുള്ളൂ. അപ്പോൾ റിമൈൻഡർ ഈസ് 1. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ അതിങ്ങനെയാണ് വരുന്നത്. തേർഡ് സബ് ക്വസ്റ്റ്യൻ അതായത് വാട്ട് ഈസ് ദ ഫസ്റ്റ് 3-digit term of this sequence? ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 3-digit ടേം ഏത്? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് പറയാം, ടേംസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന ആദ്യത്തെ 3-digit നമ്പർ നോക്കിയാൽ മതി. We choose the first 3-digit number which gives the remainder 1 on dividing by 3. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന ആദ്യത്തെ 3-digit നമ്പർ, that will be the term of the sequence, 3-digit term of the sequence, the first 3-digit term of the sequence. It is 100. Okay. When 100 is divided by 3, we get the remainder 1. 99 കഴിഞ്ഞിട്ട് ബാക്കി റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ ഈസ് 1. അപ്പം അതാണ്. അപ്പം 100 ഈസ് ദ സ്മോളസ്റ്റ് ഓർ ദ ഫസ്റ്റ് 3-digit ടേം ഓഫ് ദ സീക്വൻസ്. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഫസ്റ്റ് 4-digit ടേം? വാട്ട് ഈസ് ദ ഫസ്റ്റ് 4-digit ടേം? വാട്ട് ഈസ് ദ ഫസ്റ്റ് 4-digit ടേം ഓഫ് ദ സീക്വൻസ്, ഓഫ് ദിസ് സീക്വൻസ്? ഈ സെയിം പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 1000 ഈസ് ദ ഫസ്റ്റ് 4-digit ടേം ഓഫ് ദ സീക്വൻസ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ 1000 വരുന്നതെന്ന്.
ഇതാണ് ആദ്യത്തെ ചോദ്യം വർക്ക്ഷീറ്റിലെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ഈ വർക്ക്ഷീറ്റിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഓക്കെ, the algebraic form of an arithmetic sequence is 3n plus 4. Algebraic form of an arithmetic sequence is 3n plus 4. First one, write the sequence as numbers. But 3n plus 4 is a sequence. It is the algebra of the sequence. We can write that sequence in the numerical form. അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? The first term, that is 3 into 1 plus 4, that is equal to 7. എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടുന്നു. സെക്കൻഡ് ടേം ഈസ് 3 into 2 plus 4, that is equal to 10. തേർഡ് ടേം is equal to 3 into 3 plus 4, that is equal to 13. അപ്പോൾ 7, 10, 13 etc. This is the sequence. Second question of the worksheet. What is the remainder? What is the remainder? What is the remainder when the terms are divided by the common difference? Common difference. Here the common difference is the coefficient of n. It is 3. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിൻ്റെ ഗുണകമാണ്, അതായത് 3 ആണ്. When the terms are divided by 3, we get the same remainder. We get the remainder 1. അതാണ് അതിൽ രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ തേർഡ് സബ് ക്വസ്റ്റ്യൻ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് സി. What is the first 3-digit term of the sequence? What is the first 3-digit term? First 3-digit term of the sequence, of this sequence. ഇത് പ്രത്യേക വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ കണ്ട അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അവിടെ ന്യൂമറിക്കൽ ഓർഡർ തന്നിരുന്നു, ഇവിടെ ആൾജിബ്രിക് ഫോം തന്നിരുന്നു. ഇവിടെ നോക്കിയേ, ആൾജിബ്രിക് ഫോം ഈസ് 3n plus 4, multiple of 3 plus 4. When the terms are divided by the common difference, we get the remainder 1. Therefore, we can say 100 is the first 3-digit term. 100 is the first 3-digit term because 100 gives the remainder 1 when it is divided by 3. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് റിമൈൻഡർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം 100 is the smallest 3-digit term of the sequence. And fourth sub-question, it is, what is the first 4-digit term? What is the first 4-digit term? First 4-digit term. 4-digit term. നേരത്തെ കണ്ട അതേ ചോദ്യം തന്നെയാണ്, മറ്റൊരു രീതിയിൽ അത്
അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് 1000. ഇത് പ്രത്യേകിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. 1999 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ 1000 ആണ്. വെൻ 1000 ഈസ് ഡിവൈഡഡ് ബൈ 3 വി ഗെറ്റ് ദ റിമൈൻഡർ 1. ഓക്കെ, ഈ വർക്ക്ഷീറ്റിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: മൾട്ടിപ്ലൈ 1, 2, 3, 4 etc. by 7 and add 3. 1, 2, 3, 4, 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓരോന്നിനെയും. എന്നിട്ട് കിട്ടുന്നതിനോട് 3 കൂട്ടുന്നു. But write the sequence as the result of this operation. We get a sequence. Write the sequence. Write the sequence. Sequence നമുക്കൊന്ന് എഴുതാം. എങ്ങനെ സീക്വൻസ് എഴുതാം? ഫസ്റ്റ് ടേം ഈസ് 1 into 7 plus 3, that is 10. 1 into 7 is 7 plus 3, 10. Second term is 2 into 7 plus 3, that is equal to 14 plus 3, 17. Third term is 3 into 7 plus 3, that is 24. For sequence എങ്ങനെ എഴുതാം? Sequence is 10, 17, 24 etc. ഇതാണ് ശ്രേണി എന്നത്. അടുത്തത് ബി. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ദ റിമൈൻഡർ? വാട്ട് ഈസ് ദ റിമൈൻഡർ? Reminder when the terms are divided by the common difference. Common difference. Here the common difference is 17 minus 10, that is 7. ഇവിടെ ഈ കാണുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഓൾജിബ്രിക് ഫോം ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം എന്തായിട്ട് വരും? 7n plus 3 എന്നേ വരുള്ളൂ. 7 multiplied by 1, 7 multiplied by 2 plus 3, 7 multiplied by 3 plus 3. Therefore, nth term is 7 into n plus 3. This is the algebraic form and 7 is the common difference. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 divided by 7 gives the remainder 3. 17 divided by 7 we get the remainder 3. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്? ദ റിമൈൻഡർ ഈസ് 3. തേർഡ് സബ് ക്വസ്റ്റ്യൻ, ഈ ചോദ്യത്തിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് 3-digit term? What is the first 3-digit term? What is the first C? First 3-digit term of this sequence. Term of this sequence. ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 3-digit term ഏതാണെന്നാണ് ചോദ്യം. അതായത് it is the number, it is the smallest 3-digit number which leaves the remainder 3 on dividing by 7. അപ്പോൾ അതേതായിരിക്കും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരും. 98 divided by 7, the remainder is 0. നമുക്കറിയാം 98ന്
7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 ആണ്. 99, the remainder will be 1. 100, the remainder will be 2. And 101, the remainder will be 3. അപ്പോൾ 101 is the smallest 3-digit term of the sequence. അത് നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണത്. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ വീണ്ടും വീണ്ടും കാണുക. മനസ്സിലാകാത്ത ഭാഗം നിർത്തിയിട്ട് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. 4th question, ഇതാണ് 4th question. 10th term of an arithmetic sequence is 34 and 20th term is 64. അപ്പോൾ 10th term 34 ആണ്, 20th term 64 ആണ്. നമ്മളുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എത്രയാണ് ഇതാണ് ചോദ്യം. നമ്മൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇത് 10th ടേം ആണ്, 34. 20th term is 64. Difference between 10th term and 20th term is 10 times the common difference. ആദ്യത്തെ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയേക്കുന്ന കാര്യമാണത്. അപ്പോൾ 20th term മൈനസ് 10th term, ഇറ്റ് ഈസ് 10 കോമൺ ഡിഫറൻസ്. ഇത് നമുക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 10d is equal to, 10d is equal to, what is 10d? It is the difference between 10th term and 20th term. 10d is equal to 64 minus 34, that is 30. അപ്പോൾ 10d is equal to 30, d is equal to 3. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ്. സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? എന്താണ് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം? 10th ടേം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഇങ്ങനെ ചോദ്യം എഴുതട്ടെ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്? ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. നോക്കിയേ, 10th ടേം ഇസ് 34. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10th ടേം മൈനസ് 9 കോമൺ ഡിഫറൻസ്. 10ാമത്തെ ടേമിൽ നിന്നും 9 കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ 1ാമത്തെ ടേമിലേക്ക് എത്താം. ആദ്യം പഠിച്ച ഭാഗത്ത് നമ്മൾ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ്. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10th ടേം മൈനസ് 9 കോമൺ ഡിഫറൻസ്. അതിന് പ്രത്യേകിച്ചൊരു ഇക്വേഷനൊന്നും പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച ആശയം വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു 10th ടേം ഇസ് 34 മൈനസ് 9 ഇൻറ്റു 3, ദാറ്റ് ഈസ് 34 മൈനസ് 27. ദ ആൻസർ ഈസ് 7. നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം എഴുതുക. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. xn is equal to dn plus f minus d. സാധാരണ ചെയ്ത് പരിചയമുള്ളതാണ്, എപ്പോഴും ഉപയോഗിക്കുന്നതുമാണ്. ഏതൊരു പ്രോബ്ലത്തിലും ഇതൊക്കെ വരാറുണ്ട്. ഇവിടെ 3n പ്ലസ് വാട്ട് ഈസ് എഫ്? എഫ് ഈസ് 7. 7 മൈനസ് 3, ദാറ്റ് ഈസ് 3n പ്ലസ് 4 എന്നെഴുതാം. ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ദ റിമൈൻഡർ
വാട്ട് ഈസ് ദ റിമൈൻഡർ? റിമൈൻഡർ when the terms are divided by the common difference. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടേമിനെ, ഇപ്പം 10th ടേമിനെ തന്നെ എടുത്താൽ മതി. 10th ടേം 34 ആണ്. 34നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുള്ളൂ. ഓൾജിബ്രിക് ഫോം നോക്കിയാലും മതി. ഈ 3n, 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുള്ളൂ. അപ്പോൾ അവിടുത്തെ ഉത്തരം 1 ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം. ഈസ് 500 എ ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ 500? 500നെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 500നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 500നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. റിമൈൻഡർ ഇവിടെ കാണുന്ന റിമൈൻഡർ 1 വരുന്നുണ്ടോ എന്ന് നോക്കുക, സ്വയം ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും 500 ടേം ആണോ അല്ലയോ എന്ന്. വെറുതെ 500നെ ഈ പറയുന്ന കോമൺ ഡിഫറൻസ് 3 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യൂ. അപ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് നോക്കൂ. അപ്പോൾ വ്യക്തമായിട്ട് പറയാം സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്ന്. അതിൻ്റെ ഉത്തരം PDF ഫയലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ വിശദമായ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ 1 വേർഡ് ക്വസ്റ്റ്യനും വായിക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് 3-digit ടേം? വിച്ച് ഓഫ് ദ ഫോളോയിങ് is the smallest 3-digit term of the sequence 1, 4, 7 etc. 4 ഓപ്ഷൻസും ഉണ്ട്. 110, 108, 111 ആൻഡ് 100. ഇതിലേതാണെന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. ഹിയർ ദ കോമൺ ഡിഫറൻസ് ഇസ് 3. വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ 3 വി ഗെറ്റ് ദ റിമൈൻഡർ 1. ഇതിലേതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 1 കിട്ടണമെന്ന് നോക്കിയാൽ മതിയല്ലോ. ഇതായിരിക്കും ഉത്തരം. ഇങ്ങനെ ബാക്കിയുള്ള 4 എണ്ണം സ്വയം ചെയ്യുക. അത് വിശദീകരണങ്ങൾ PDF-ൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ.